വന്നതിന് ശേഷം നോക്കാം വീഡിയോ ഓണാക്കാൻ മറന്നു എന്ന്. വീഡിയോയിൽ വെച്ചിട്ട് അത് ഓണാക്കിയില്ല, അത് കാരണം ഈ ചോറ് എടുത്തതൊന്നും കാണാൻ പറ്റിയില്ല. അപ്പം കഴിക്കുന്നതാണ് മാങ്ങാച്ചാർ. കടയിൽ നിന്ന് മേടിച്ച മാങ്ങാച്ചാർ നല്ല ഉപ്പുള്ളതാണ്, അടിപൊളി ടേസ്റ്റ്. നോക്കിയാലും ചോറുണ്ട്. ചോറിൽ ഈ മഞ്ഞ കളർ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ സഫ്രാൻ്റെ പൊടി ഇടും ചോറിനകത്ത്, നല്ല ടേസ്റ്റാണത്. ചോറ്, ബീട്രൂട്ട് പച്ചടി, മാങ്ങാച്ചാറ്, നല്ല അടിപൊളി മുളക്, മോരുമുളക് ഞാൻ വീട്ടിൽ നിന്ന് ഉണക്കിക്കൊണ്ട് അതിൻ്റെ സ്വന്തം മുളകാണ്. പിന്നെ ചിക്കൻ, ഒരു പീസ് ചിക്കനുണ്ട്. ഇത് തക്കാളിക്കറിയാണ്, തേങ്ങ അരച്ച് വെച്ച തക്കാളിക്കറിയാണ്. നല്ല ടേസ്റ്റുള്ള അടിപൊളി ഒരു കറിയാണ്. നമ്മൾ മീൻ കറിക്ക് അരയ്ക്കുന്ന പോലെ അരച്ചിട്ട് ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും തക്കാളിക്കയും കൂടെ എണ്ണയിൽ വാട്ടിയിട്ട് ഇച്ചിരി ഒന്ന് വേകുമ്പോൾ ആ അരപ്പ് അതിലൊഴിച്ച് തിളച്ച് വരുമ്പോൾ അടിപൊളി കിടുക്കാച്ചയായിട്ടുമാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പിന്നെ എൻ്റെ മൂത്ത മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോഴേ ഞാനൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പം അവൻ സമ്മതിക്കില്ല, അവനത് ഇഷ്ടമല്ല. 23 വയസ്സ് കഴിഞ്ഞ് 24ാമത്തെ വയസ്സിൽ അന്ന് അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഇന്നലെ രാത്രി തന്നെ വിഷ് ചെയ്തു. പക്ഷെ അവന് ഫോട്ടോ ഒന്നും ഇടുന്ന അവന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഫോട്ടോ ഇടാൻ സമ്മതിച്ചില്ല. അമ്മ ഫോട്ടോ മാത്രം ഇടണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, നിങ്ങളെ വീട്ടിലുണ്ടോ ഇങ്ങനത്തെ ആൾക്കാർ? ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടാത്തയും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാത്ത പിള്ളേർ ഇപ്പോഴും നാട്ടിലുണ്ടായി. എൻ്റെ മോൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ്, എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയിൽ നല്ല ആക്റ്റീവ് ആണെന്ന് തോന്നുന്നു, ഇടയ്ക്കൊക്കെ കാണും. അപ്പം ഇടരുതെന്ന് നിന്നോട് വിലക്കി, അതുകൊണ്ട് ഞാൻ ഫോട്ടോ ഇട്ടില്ല. അടിപൊളിയാണ്. ഈ കറി മാത്രം മതി ചോറുണ്ണാൻ, വേറെ ഒന്നും വേണ്ട. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.